എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് പഴുത്തതായിട്ടുള്ള ഏത്തപ്പഴം മിക്ക ആൾക്കാരും എടുത്ത് കളയാറാണ് പതിവ്. ഞാനും പണ്ടൊക്കെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് നല്ല കിടിലമായിട്ടുള്ള റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കാം, നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കാനും പറ്റും. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പം എത്ര കിലോ പഴം വാങ്ങിച്ചാൽ തന്നെയും എന്തെങ്കിലും ഒന്ന് രണ്ടെണ്ണമെങ്കിലൊക്കെ ഇതുപോലെ കറുത്ത് പോകാൻ പതിവുള്ളത് തന്നെയാണ് അല്ലേ. അന്നേരം നമുക്ക് ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതങ്ങനെ വേസ്റ്റായി പോവുകയില്ല. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 പഴമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കറുത്ത് പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അത് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ എനിക്ക് മടിയാണ്, പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അതിൻ്റെ തോലൊക്കെ നമുക്ക് ഇളക്കി മാറ്റിയെടുക്കാം. അന്നേരം തോൽ ഇളക്കി മാറ്റിയതിന് ശേഷം ഇതിനെ നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ നടുവേ പൊളുന്നതിന് ശേഷം അതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു ഏത്തപ്പഴം 4 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പകുതി മാത്രം, ഇപ്പം 1.5 ഏത്തയ്ക്ക ഈ രീതിയിലും ബാക്കി 1.5 നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. നമ്മുടെ ചാനലിലിടുന്ന വീഡിയോകൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് അതീവ രുചികരമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതുമാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് തുടക്കക്കാർക്ക് പോലും. അത് നമ്മൾ 1.5 ഏത്തയ്ക്ക ഇതേ രീതിയിൽ, അന്നേരം ഒരു 6 പീസ് കാണും. ബാക്കിയുള്ള ഏത്തപ്പഴം എന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് 4ആയിട്ട് ഒരു ഇതിനെങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കട്ട് ചെയ്തതിന് ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കാം, അതുപോലെ തന്നെ കടലപ്പൊടി എടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ടേസ്റ്റ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഞാൻ ഗോതമ്പ് പൊടി 1 സ്പൂൺ അളവിൽ, റവ അതിന് പകരം അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ചേർത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ്, കറുത്ത എള്ള്. അത് മിക്ക വീടുകളിലും ഉള്ളൊരു കാര്യമാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നുള്ള് ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു നുള്ളു മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂണ് പഞ്ചസാരയാണ്. 1 സ്പൂണിൽ താഴെ മാത്രം വരുന്ന പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഉപ്പൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അതിനോടൊപ്പം ഒരു നുള്ളു ഉപ്പും കൂടെ ആകുമ്പോഴത്തേനും ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും. എന്നിട്ട് നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ലൂസല്ലാത്ത രീതിയിൽ നമ്മൾ ആദ്യം ഈ ഒരു പൊടികളെല്ലാം കൂടെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസ് അല്ലാത്ത രീതിയിലും എന്നാൽ ഒരുപാട് അങ്ങ് തിക്കല്ലാത്ത രീതിയിലും അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു പരുവുണ്ടല്ലോ, ആ ഒരു രീതിയിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇതിൽ റവ ചേർക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായാൽ തന്നെ ഒരു കുറച്ച് നേരത്തിന് ശേഷം ആ ഒരു മാവ് ഒന്ന് ടൈറ്റായി കിട്ടും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട്. പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ലേശം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, ബട്ടർ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അതൊക്കെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തക്കയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തീ ഒരുപാട് കൂട്ടിയിടാണ്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ വഴണ്ടി വരും. കാരണം ഈ ഒരു പഴം നല്ലപോലെ പഴുത്തതായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ചിലവാക്കാണ്ട് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചൊന്ന് എടുത്താൽ മതി. പെട്ടെന്ന് ഉടച്ചെടുക്കാനും പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഒരുപാട് സമയം ചിലവാക്കാണ്ട് തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത്ര മാത്രം മതി. ഇനി ഇതിനെ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനിയുള്ള ചേരുവകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിലേക്ക് ലേശം കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടി ചേർക്കണമെന്ന് നിർബന്ധമില്ല. കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ചേർക്കാം, കാഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, ബദാം അങ്ങനെ തുടങ്ങിയ നട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാവുന്നതാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചേർക്കേണ്ട കാര്യമേ ഇല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന എള്ളാണ്, കറുത്ത എള്ളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ, നിർബന്ധമില്ല.
തേങ്ങ അത് മെയിനായിട്ടുള്ളൊരു ചേരുവയാണ് കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ തേങ്ങ എല്ലാ വീടുകളിലും ഉള്ളൊരു കാര്യമാണല്ലോ. തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആ ഒരു തേങ്ങ ഒന്ന് ചൂടായി വരട്ടെ. ഒരു ചൂടായി വന്നതിന് ശേഷം മാത്രമേ മറ്റ് ചേരുവകൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു തേങ്ങയുടെ ആ ഒരു വെള്ള നനവുണ്ടല്ലോ, ആ ഒരു നനവൊന്ന് വറ്റി കഴിയുമ്പോൾ മാത്രം ഇനി ഇതിലേക്ക് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചേക്കുന്നത്, നല്ല ജീരകവും കൂടെ ചേർത്ത് പൊടിച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കര മണവും അസാധ്യ ടേസ്റ്റുമാണ് കേട്ടോ. അന്നേരം അതൊന്ന് ചൂടായി വന്നതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര പാനിയാക്കിയിരിക്കുന്നതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ശർക്കര ഇല്ല എങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അത് ഇതിൽ കിടന്ന ആ ഒരു ശർക്കര പാനിയിൽ കിടന്ന് ഇതെല്ലാം ഒന്ന് നല്ല പോലൊന്ന് സെറ്റായി വരട്ടെ. കാരണം ആ ഒരു മധുരമൊക്കെ ഇതിലേക്കൊന്ന് ചേർന്ന് നല്ലൊരു ടേസ്റ്റിൽ വരണമെങ്കിൽ ഒരു 2 സെക്കൻഡ് ഇതിങ്ങനെ തന്നെ ഒന്ന് ഇരിക്കട്ടെ. അന്നേരത്തിന് പെട്ടെന്ന് തന്നെ ആ ഒരു ശർക്കരപ്പാനി പറ്റി വരും. ഇനി ഇതിലേക്കൊരു കുഞ്ഞു ബൗൾ നിറയെ അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ട അവലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചേരുവകൾ വേണമെങ്കിലും ചേർക്കാം. അവൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല. ശർക്കരയും പഞ്ചസാരയും ചുക്കും ഏലക്കയുടെ ആ ഒരു പൊടിയും മാത്രം ചേർത്താലും മതി. അത് അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. അന്നേരം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിരുന്നതായിട്ടുള്ള നമ്മുടെ ആ ഒരു ഏത്തയ്ക്കയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇവയെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കൂട്ടി ഇളക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആയി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് സമയം വേണ്ട, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനും വേണ്ടി ലേശം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേന് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മസാലക്കൂട്ട് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം റെസിപ്പികൾ തയ്യാറാക്കാൻ പറ്റുമെന്നറിയാമോ? നമുക്ക് കൊഴുക്കട്ട തയ്യാറാക്കാം, അട തയ്യാറാക്കാം, ഓട്ടട തയ്യാറാക്കാം, അങ്ങനെ തുടങ്ങി എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു മസാലയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എണ്ണയിലൊക്കെ വറുത്ത് പൊരിക്കുന്ന റെസിപ്പികളൊക്കെ തയ്യാറാക്കാം. ചപ്പാത്തി പോലൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ഒരു ഫില്ലിങ്സ് വെച്ചിട്ട് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ലേശം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് നമ്മൾ നല്ല പോലെ പഴുത്ത ഏത്തക്കയും കൂടെ ചേർത്തിട്ട് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഏത്തക്ക അപ്പത്തിനേക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റാണ് നല്ല പോലെ പഴുത്ത് കറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുമ്പം. അങ്ങനെ തയ്യാറാക്കുമ്പം എനിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ ഈ ഒരു ഏത്തക്കപ്പം പിടിക്കും. അന്നേരം ഇതിൽ റവ ചേർക്കുമ്പം അത്ര കണ്ട് എണ്ണ പിടിക്കില്ല എന്ന് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. 2 സൈഡ് നല്ല പോലെ വറുത്ത് മൊരിഞ്ഞ് വരുമ്പോഴത്തേന് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഏത്തക്ക അപ്പത്തിനേക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ ഒരുപാട് കഴിക്കുകയും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഇതുപോലെ പഴുത്തിട്ടുള്ള ഏത്തക്ക വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. അന്നേരം ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുന്ന ആ ഒരു മാവിനകത്തോട്ട് ലേശം റവ ചേർക്കുമ്പോൾ അത്ര കണ്ട് എണ്ണ കുടിക്കില്ല ആ ഒരു ഏത്തയ്ക്കപ്പം. നമ്മുടെയൊക്കെ റേഷൻ കടയിൽ കിട്ടുന്ന ആട്ട ഉപയോഗിച്ചിട്ട് ആണ് നമ്മൾ മാവ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസ് അല്ലാണ്ടും എന്നാൽ ഒരുപാട് തിക്കല്ലാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിൽ മാവ് നമ്മൾ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് വേണ്ടത്. പിന്നെ വാഴയില സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും ഇപ്പോൾ കിട്ടുന്നൊരു കാര്യമാണ്. അന്നേരം അതിലേക്ക് ലേശം നല്ലപോലെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ലേശം എണ്ണ ഒന്ന് തടവി കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. തീരെ കട്ടിയില്ലാണ്ട് പരത്തുന്നതാണ് നല്ലത് കേട്ടോ. അത് കയ്യിൽ ഇച്ചിരി വെള്ളം നനവോ അല്ലെങ്കിൽ വെള്ളമാണ് നല്ലത് എണ്ണയെക്കാട്ടിൽ. വെള്ളം നനവ് തൊട്ടതിന് ശേഷം ഇതിങ്ങനെ പരത്തുമ്പോൾ വളരെ കട്ടിയില്ലാണ്ട് നമുക്ക് ആ ഒരു മാവ് തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും കൈ കൊണ്ട് തന്നെ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും അവലും ഏത്തക്കയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് മടക്കിയെടുക്കാം. വലസൻ എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നൊന്ന് പറയണേ. അന്നേരം ആവിയിൽ വേവിക്കുന്ന എന്തിന് രുചിയും ഗുണവും കുറച്ചേറെയാണ്. പ്രത്യേകിച്ച് വാഴയിലയും കൂടെ ആകുമ്പോഴത്തേന് അതിൻ്റെ ഒരു ടേസ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇതിങ്ങനെ 2 എണ്ണം ഇങ്ങനെ വെച്ചെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നത്. അതിന് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അന്നേരം ഒരുപാട് സമയവും വേണ്ട. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന എല്ലാം തന്നെ ഈ ഒരു
ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഗോതമ്പിൻ്റെ ഇതായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുക അതൊന്ന് വെന്ത് കിട്ടാനും വേണ്ടി. നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ കട്ടി കുറഞ്ഞിട്ടാണ് കേട്ടോ, അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട. അന്നേരം ഏത്തയ്ക്കാപ്പം എല്ലാം തന്നെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് 6 എണ്ണം. അന്നേരം ഒട്ടും തന്നെ ഇതിൽ എണ്ണയൊന്നും പിടിച്ചിട്ടില്ല. നല്ല കരിമുരാന്നിരിക്കുന്ന നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒരുപാട് കൂടുതലാണ്. കാരണം സാധാരണ ഏത്തയ്ക്കാപ്പത്തിനെക്കാട്ടിൽ കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ കറുത്ത് പഴുത്തതായിട്ടുള്ള ഏത്തയ്ക്ക വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല കരിമുരാന്ന് നല്ല ടേസ്റ്റോടു കൂടി വായിലിട്ട് അലിഞ്ഞു പോകുന്ന രുചിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. കാര്യം ഈ ഒരു വലസൻ നല്ല ഒന്ന് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുമ്പോൾ ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് ആവിയിൽ വെന്തെടുത്ത വലസൻ എന്ന് പറയും, അല്ലെങ്കിൽ അട എന്ന് പറയാറുണ്ട്. അന്നേരം നിങ്ങളുടെ നാട്ടിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏത് പേരിലാണ് ഇതൊക്കെ അറിയപ്പെടുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിലപ്പം കളയുന്ന ഒരു കാര്യമാണ് ഈ കറുത്ത് പഴുത്തതായിട്ടുള്ള ഏത്തയ്ക്ക. അതുപയോഗിച്ചിട്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ ചിഹ്നം കാണും. അതിൽ ഓളെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.